അപ്പൊ ഗായ്സ് ഇത് ഞങ്ങളുടെ നാഷണൽ ട്രിപ്പാണ്. ഞങ്ങളെല്ലാരും ഒരേപോലെ വെയിറ്റ് ചെയ്ത് പണ്ടാറടങ്ങിയ ഞങ്ങളുടെ നാഷണൽ ട്രിപ്പ്. ഞങ്ങൾ ഈ കോളേജിൽ ചേരാൻ തന്നെ ഏറ്റവും വലിയൊരു റീസൺ ആയിരുന്നു ഞങ്ങളുടെ നാഷണൽ ട്രിപ്പ്. പിന്നെ ഇവിടെ അങ്ങോട്ട് കുറച്ച് നാള് എന്റെ ഈ വ്ളോഗുകളായിരിക്കും. ഒക്ടോബർ 2 ആയിരുന്നു ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ആവുന്നത്. രാത്രി 9:30 ഞങ്ങളുടെ ട്രെയിൻ. എന്നെ കൊണ്ടാക്കാനായിട്ട് എന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. ഏതാണ്ട് ഞാൻ ഗൾഫിൽ പോകണ പോലെ ഇരുന്നൂരൊക്കെ എന്നെ കൊണ്ടാക്കാൻ വന്നത്. ഞാൻ കുറച്ച് നേരത്തെ എത്തി. ഞാൻ എത്തിയപ്പോഴേക്കും അവിടെ കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നു. പെട്ടികളൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ട്രെയിൻ വരാനായിട്ട്. എന്നെ പോലെ തന്നെ ഇതിൽ കുറെ പേര് ആദ്യമായിട്ടാണ് കേരളത്തിന് പുറത്തുനിന്ന് പോകുന്നത്. അപ്പൊ എല്ലാവരും ഒരുപാട് എക്സൈറ്റഡ്. ട്രെയിൻ നിർത്തേണ്ട താമസം എല്ലാവരും ലഗേജ് ഒക്കെ എടുത്ത് വണ്ടിയിലോട്ട് ഇട്ട് ഒന്ന് സെറ്റിൽ ആയി. അപ്പോഴേക്കും ഫുഡ് ഐറ്റംസ് ഒക്കെ അൺബോക്സിംഗ് ആയി. ഒരു ഭാഗത്ത് അരിയുണ്ട പൊട്ടിച്ച് തിന്നുന്നു, അപ്പുറം ഭാഗത്ത് ചോറ് മീൻകറി പ്ലസ് അരിയുണ്ട. എല്ലാവർക്കും പിന്നെ ട്രെയിനിലാന്നുള്ള ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. അന്നേ ദിവസം നമുക്ക് വേറൊരു സർപ്രൈസും കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം ഷിബി മിസ്സിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ നമ്മളെല്ലാവരും കൂടി മിസ്സിന് ഒരു സർപ്രൈസ് കേക്ക് കട്ടിങ്ങും ഒരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. കേക്കൊക്കെ മുറിച്ച് ആ നേരത്തെ പെട്ടെന്ന് നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ഒന്നും ഓർഡർ ചെയ്യാൻ പറ്റില്ല. ഒരു മാർബിൾ കേക്ക് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ മിസ് ഹാപ്പി ആയിരുന്നു. നമ്മുടെ അടിപൊളി ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. അതൊക്കെ കണ്ടപ്പോൾ മിസ്സും ഭയങ്കര ഹാപ്പി. കേക്ക് കട്ടിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും കുറച്ചേരം ജയ്പൂരിന്റെ തള്ളൊക്കെ കേട്ടിരുന്നു. അത് കഴിഞ്ഞ് നേരെ എല്ലാവരും പോയി കിടന്ന് ഉറങ്ങി. പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീക്കണത് ഈ വ്യൂ കണ്ടുകൊണ്ടിരുന്നു. നേരെ പോയി അവിടെ നിന്ന് പല്ലൊക്കെ തേച്ച് ഒരു ബ്രെഡും ജാമൊക്കെ തിന്ന് നേരെ മെയിൻ കോഴ്സിലോട്ട് കടന്നു. സംശയിക്കണ്ട, ചീട്ടുകൾ ഇന്നെ ഉദ്ദേശിച്ചത്. ചീട്ട് കളിച്ച് വയ്യാണ്ടേ ഒരെണ്ണത്തിന് കളിക്കാറുണ്ടോ? ഒക്കെ കള്ളകളി. എന്താ ചെയ്യാ? കൂട്ടത്തിലുണ്ടായിരുന്ന തന്തമാരൊക്കെ ഉച്ചയൂണ് കഴിഞ്ഞ് നേരെ ഉറങ്ങാൻ പോയി. പിന്നെ ഒരു കണ്ണുറക്കണത് രാത്രി ഭക്ഷണം കഴിക്കാൻ. അന്ന് രാത്രി കഴിക്കാനുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു ഫുഡൊക്കെ. ചിക്കൻ വറുത്തതും ചപ്പാത്തിയും എല്ലാം. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞ് കുറച്ച് നേരം കാറ്റുള്ളതിനായിട്ട് ഞങ്ങൾ പുറത്ത് പോയിരുന്നു. കാറ്റുകളിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിൽ കയറിയപ്പോൾ ദീപമാൻ വീണ്ടും ഫ്ലാറ്റ് ആയി. അവന്റെ ഹോബി ഉറക്കാം. അവൻ ഉറങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടി. പിന്നെ ഇത് ഞങ്ങളുടെ റയാൻകുട്ടൻ. ഞങ്ങൾ ട്രെയിനിൽ വെച്ച് കമ്പനി ഞങ്ങളുടെ ചക്രുമണി. പുള്ളിക്കാരൻ ഞങ്ങളെല്ലാവരായിട്ടും വളരെ മിങ്കിളായി. പെട്ടെന്ന് മിങ്കിളായി. ഞങ്ങളുടെ കൂടെ ഇരുന്ന് എപ്പോഴും കുറേ നേരം ഞങ്ങളുടെ കൂടെ ഇരുന്ന് ചീട്ട് കളിച്ചു, ചീട്ടൊക്കെ ചുളിച്ചു, കുറെ പേരെ തല്ലി. അടിപൊളിയായിരുന്നു പുള്ളിക്കാരൻ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും നേരെ കിടന്ന് ഉറങ്ങി. പിന്നെ രാവിലെ ഒരു 6:45 ഞങ്ങൾ കണ്ണുറക്കുന്നത്. അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങളുടെ സ്ഥലം എത്തി. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അഹമ്മദാബാദിൽ എത്തി. അവിടെ നിന്ന് നേരെ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് നേരെ പുറത്തേക്കിട്ട് എല്ലാവരും പുറത്തോട്ട് ഇറങ്ങി. അവിടെ നമ്മളെയും കാത്ത് നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ടൂറിസ്റ്റ് അതായിരുന്നു നമ്മുടെ അവിടുത്തെ രഥം. പെട്ടിയൊക്കെ ഡിക്കി കയറ്റി പിള്ളേരൊക്കെ പറക്കി കൂട്ടി ഞങ്ങളുടെ റൂമിലേക്കുള്ള യാത്ര തുടങ്ങി. ഹൈദരാബാദിൽ ഞാൻ കണ്ട ഭൂരിഭാഗം സൈഡ് വാൾസിലൊക്കെ ഓരോരോ പെയിന്റിങ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ പയ്യെ പോയി ഞങ്ങളുടെ റൂമിലെത്തി. ചെക്ക് ഇൻ ചെയ്തു. എന്നിട്ട് ഞാൻ എന്റെ മാംസമില്ലാത്ത ശരീരം വെച്ച് കുറച്ചു നേരം പട്ടിഷോറക്കിയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ചൂടുവെള്ളത്തിൽ ഒരു കുളിയൊക്കെ കുളിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങി ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് ഞാൻ വീണ്ടും കണ്ണാടിയുടെ ഫ്രണ്ടിലോട്ട് എത്തി. ഞാൻ ഈ വിരൽ പൊക്കി കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡേ 1 എന്നാണ്. പക്ഷെ ഉദ്ദേശിച്ച പോലെ വരുന്നില്ല. ഇപ്പോൾ ഡേ 1 ഞാൻ അടുത്ത എപ്പിസോഡിലായിട്ട് പ്രദർശിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ.